നമ്മുടെ സംസ്ഥാനത്ത് വെള്ളത്തിൽ നിന്നാണ് കൂടുതലും വെള്ളം ഉപയോഗിച്ചാണ് കൂടുതലും ആദ്യം ആവശ്യത്തിലെ വെള്ളം ഉണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദനം തികയുന്നില്ല എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ പോലെ സംസ്ഥാനം വെള്ളമില്ല, എന്നിട്ട് പോലെ അവിടെ വൈദ്യുതിക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും പല പല കാര്യങ്ങളിൽ ഇവര് എല്ലാ സർക്കാരുകളും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് കുറച്ചതായിട്ട് ഇതുവരെ കണ്ടില്ല. പെട്രോൾ ഡീസൽ കാശാണെങ്കിലും കറണ്ട് ബില്ലാണെങ്കിലും എല്ലാത്തിനും എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് ഈ 16 പൈസ വെച്ച് ഒരു യൂണിറ്റിന് വർദ്ധിപ്പിച്ചാൽ 100 യൂണിറ്റ് എടുക്കുന്ന ഒരു സാധാ കുടുംബത്തിനുണ്ടെങ്കിൽ എത്ര രൂപയുടെ വ്യത്യാസം വരും? ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നയങ്ങൾ തെറ്റാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം തന്നെ നമ്മളൊരു 4-5 പ്രാവശ്യം കൂട്ടണം ഇടയ്ക്കിടയ്ക്ക്. കൂട്ടുമ്പോൾ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും എല്ലാ സൈഡിലും ഗ്യാസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് ഇന്ധനത്തിൻ്റെ വില കൂട്ടി, ഇപ്പോൾ കറണ്ടിൻ്റെ വില. സാധാരണക്കാരൻ്റെ നട്ടലൊടിയുന്ന മാർക്കറ്റാണ് ഇപ്പോൾ. പൊതുവേ കച്ചവടമില്ല, ഒന്നുമില്ല. ഈ സമയത്ത് തന്നെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അന്നന്ന് കിട്ടി ജീവിക്കുന്ന ഓട്ടോക്കാരന് സാധാരണക്കാരൻ എല്ലാവർക്കും, എനിക്കെന്നല്ല പൊതുവേ ഉള്ള എല്ലാവർക്കും ബാധകം തന്നെയാണ്. കാരണം ഒരു മാസത്തിൽ 200-300 രൂപ കൂടുമെന്നാണ് പറയുന്നത്. നമ്മളെത്ര കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിലും ചാർജ് കൂടുന്നത് ഒരു പരിമിതി കഴിഞ്ഞിട്ടാണ് കൂടുന്നത്. ഏത് വിലക്കയറ്റവും കുടുംബത്തെ ബാധിക്കില്ലേ, സമൂഹത്തെ ബാധിക്കില്ലേ? അതുകൊണ്ട് എല്ലാ വിലക്കയറ്റവും സാധാരണക്കാരനാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അത്രേ പറയാനുള്ളൂ. സാധാരണക്കാരൻ എന്താ ചെയ്യുക? സാധാരണക്കാരൻ എന്താ ചെയ്യുക? കൂട്ടുനാടക്കല്ല, ഇപ്പം രക്ഷയില്ലല്ലോ. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മളെ ചാർജ് ഇപ്പോഴേ കൂടുതലാണ്. പല റേറ്റുകളും, പിന്നെ പ്രത്യേകിച്ച് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ വീടുകളിൽ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ആയിട്ട്. ഇനിയും കൂടുതലാക്കുകയാണെങ്കിൽ അതൊരു വലിയ ഭാരമായിരിക്കും. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളങ്ങനെ സാമ്പത്തികമുള്ള കൂട്ടത്തിലൊന്നുമല്ല, ഭയങ്കര വിഷമം തന്നെയാണ്. ഞങ്ങൾ നല്ലോണം ബാധിക്കുമല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഒരു ഫാക്ടറി നടത്തുന്ന ആൾക്കാരാണ്. ഫാക്ടറി ബില്ലുകൾ താങ്ങാൻ പറ്റുന്ന ബില്ല്. ഇപ്പം എന്ന് പറഞ്ഞാൽ മാസം ഒരു സംഖ്യ ഇലക്ട്രിസിറ്റിയിലേക്ക് കരുതണം. അത് കരുതി പറ്റുള്ളൂ. എന്തിനാ കൂടാത്തത്? പണിയില്ല. എത്ര ദിവസം പണിയിട്ടിരിക്കുന്നത്? ഒരു ദിവസം 2 ദിവസം പണിയിട്ട് ഞാൻ കറണ്ട് ചാർജ് എടുക്കുമോ, വെള്ളത്തിന് പൈസ എടുക്കുമോ? ഓരോ രാഷ്ട്രീയക്കാർ വരുമ്പോൾ ഓരോരോ കാര്യങ്ങൾ, അല്ലാണ്ട് നമ്മളെന്ത് പറയാനത്? അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. ഇതിപ്പോൾ ആരോട് പറയാനാ? ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെ പോകും. ഇനി എന്തെങ്കിലുമൊക്കെ മാറി വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. അത്രേ ഉള്ളൂ. പാവപ്പെട്ട ശരിക്കും പള്ളക്ക് കത്തി തരുന്ന പരിപാടിയാണത്. കാരണം കോടികൾ കൊടുക്കാനുള്ള കമ്പനിക്കാരുടെ കണ്ടു കട്ടിയില്ല. ഒരു 300 രൂപ അടച്ചില്ലെങ്കിൽ പിറ്റേന്ന് വന്നാൽ അവർ ഫീസ് ഊരിക്കൊണ്ട് പോകും. സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഗുണം. എനിക്ക് ഒരു 600 രൂപയൊക്കെ വരുള്ളൂ. ഇപ്പം 900 രൂപ 1000 രൂപ. അപ്പം ഞങ്ങൾക്ക് ചിലപ്പോൾ, ഞാൻ കൂലിപ്പണിക്കാരനാണ്, ഈ കാശൊക്കെ നമ്മൾ ഇല്ലാത്ത പട്ടിണിക്കേടായിട്ട് ഉണ്ടാക്കിയിരിക്കണം. ജനങ്ങൾക്ക് വല്ലാത്ത ആഘാതമാണ് ഈ വർധന നൽകിയിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വരും ഈ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ വർധനയുമായി മുന്നോട്ട് പോയാൽ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വൈദ്യുതി നിരക്ക് വർധനയെതിരെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് കുറുവാ സംഘം ഇലക്ട്രിസിറ്റി ബോർഡിൽ എന്ന രീതിയിലുള്ള വിമർശനമാണ്. അപ്പോൾ ഇത് ശരിക്കും KSEB മാനേജ്മെൻറ്റിലുള്ള പിടിപ്പുകേടിന് പിഴ മൂളേണ്ടി വരുന്നത് കൺസ്യൂമർ ആണെന്ന് വരുന്ന ഒരവസ്ഥ കുറച്ച് കാലമായി കേരളത്തിലുണ്ട്. അതുതന്നെയാണ് നമുക്കിത്തരം നീക്കത്തെ ചെറുക്കേണ്ടത്. കാരണം KSEB ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന പല ആളുകളും ഈ കഴിഞ്ഞ കാലത്ത് എടുത്തിരിക്കുന്ന തീരുമാനം, അതുപോലെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടില്ല